അവർക്ക് ദേഷ്യം ഉണ്ടായാലും എൻ്റെ കൊച്ചിൻ്റെ കാലോ കയ്യോ തല്ലി ഓടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. കൊല്ലണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരൊറ്റ മോനാണ് ഉള്ളത്. അവർ കൊന്ന് ബോണറ്റ് കെട്ടിയിരുത്തിയില്ലേ, അതിൻ്റെ ഒരു പാവം ആ കൊച്ചു ചെയ്തിട്ടില്ല, ഞങ്ങളും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ആരെയും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. 24 വയസ്സ് പൂർത്തിയായി. ഈ ഒക്ടോബറിൽ 25 വയസ്സ് പൂർത്തിയാവേണ്ട ഐവിൻ ജിജോ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരിയുടെയും ഹൃദയം തകർന്ന നിലവിളി കേട്ടിരിക്കാൻ കഴിയാവുന്നതാണ്. വണ്ടിയിടിച്ചുണ്ടായ അപകടമല്ല, ബ്രൂട്ടലായ കൊലപാതകമാണ്. ക്രൂരതയുടെ പരമാവധികൾ പിന്നെയും നിറയുന്ന വാർത്താദിനങ്ങളിലാണ് നമ്മൾ. ഒരു സീനിയർ അഭിഭാഷകൻ ജൂനിയറിന്റെ മുഖത്ത് അടിച്ചുണ്ടാക്കിയ പരിക്കുകൾ, ചോര കനച്ച പാട് കണ്ടു. ഒരു 4 വയസ്സുകാരി കുഞ്ഞിനെ പീഡിപ്പിച്ചത് മൊബൈൽ ഫോണിൽ വീഡിയോ ആക്കി സൂക്ഷിച്ചൊരുത്തൻ ബന്ധുവാണ്. ബന്ധു എന്ന് പറഞ്ഞാൽ ഇളയച്ചൻ, അച്ഛൻ്റെ അനിയൻ. അമ്മയെ കഴുത്തറത്ത് കൊന്ന് തൂങ്ങി മരിച്ച പുത്രനെ കണ്ടത് കൊല്ലത്താണ്. ചോരയുടെ ഒരു പരമ്പര, അതിലൊക്കെ MDMA എന്ന മാരക ലഹരി സാന്നിധ്യം നമ്മൾ നേരത്തെ കണ്ടവരാണ്. കേരളത്തിൽ വീണ്ടും ക്രൂരമായ കൊലപാതകങ്ങളുടെ, ബ്രൂട്ടാലിറ്റിയുടെ, തല്ലിച്ചതക്കലിൻ്റെ അടുത്തൊരു പരമ്പരയ്ക്കുള്ള തുടക്കമാണ്. പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. മഞ്ചൂർ കോടതിയിൽ മർദ്ദനത്തിനിടെ അഡ്വക്കേറ്റ് ശ്യാമിലി, കുട്ടിയത്ത് മാതാവിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത ഷാന്റെ നാട്ടുകാരനും വാർഡ് മെമ്പറുമായ ഫൈസൽ കുളപ്പാടം ചേരുന്നുണ്ട്. റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി വാണിദേവി എന്നിവർ. ചർച്ചയിൽ ആദ്യം ഞാൻ അഡ്വക്കേറ്റ് ശ്യാമിലിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ശ്യാമിലി, ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? പരിക്ക് ഒക്കെ മുഖത്ത് അതേപോലെ തന്നെ കാണുന്നുണ്ടല്ലോ ശ്യാമിലി. അതെ, ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നു. മാർക്സൊക്കെ മാറി വരുന്നുണ്ട്. പക്ഷേ നീരിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. നല്ല പെയിനുണ്ട്. വായ്ക്കകത്ത് മുറിവുള്ളത് കാരണം ഫുഡ് കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. റിക്കവർ ആകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഉടനെ റിക്കവർ ആകും. ഈ ജോലി തുടങ്ങിയിട്ട് എത്ര വർഷമാവുന്നുണ്ട് അഡ്വക്കേറ്റ് ശ്യാമിലി? ഞാൻ 3 വർഷമായി എൻറോൾ ചെയ്തിട്ട്. 3 വർഷം കഴിഞ്ഞു. താരതമ്യേന ജൂനിയറാണ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഉറപ്പായും നമ്മൾ സംരക്ഷിക്കും, അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ആൾക്കാരാണല്ലോ. സീനിയർ അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ആളാണ്. ഇത്രമാത്രം ബ്രൂട്ടലായ മർദ്ദനത്തിന് ഒരു കാരണം എന്തായിരുന്നു ശ്യാമിലി? കാരണം ഞാൻ ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ പരാതിയിലും മീഡിയയിലും ഒക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് കോടതിയുടെ പരിധിയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കതിപ്പോൾ ഇവിടെ പറയുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ മീഡിയയോട് ഓൾറെഡി അറിയിച്ചിട്ടുള്ള റീസൺ തന്നെയാണ്. എൻ്റെ പരാതിയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ചോദിക്കാനുള്ള കാരണം, ശരിയാണ്, താങ്കൾ അഭിഭാഷകയാണ്. അഭിഭാഷക ആകുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ ഏത്, പറയേണ്ടാത്ത കാര്യങ്ങളെ നന്നായി അറിയാവുന്ന ആളുമാണ്. ഇപ്പം ഞാൻ പറയാനുള്ള കാരണം, ഇന്നിപ്പോൾ കോടതിയിൽ ഈ പറയുന്ന പ്രതിഭാഗം പറഞ്ഞത് പ്രകോപനം അവിടെ ഉണ്ടായി. പ്രകോപനത്തിൽ ഈ പറയുന്ന നിങ്ങളുടെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് പരിക്കേറ്റു, അയാളുടെ പിരികത്തിൽ മുറിവ് സംഭവിച്ചു എന്നൊക്കെയുള്ള ഡിഫൻസ് കോടതിയിൽ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് അഡ്വക്കേറ്റ് ശ്യാമിലി. ഡിഫൻസ് അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ അത് പറയാൻ പറ്റാത്തത്. ഡിഫൻസ് അറിയാമല്ലോ, ഒരു കാര്യമാകുമ്പോൾ എന്ത് കാര്യമായാലും അതിൽ 2 സൈഡുണ്ട്. അപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷനും ഡിഫൻസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരവരുടെ സ്റ്റോറി പറയട്ടെ, അവരത് പ്രൂവ് ചെയ്യട്ടെ. ഞാൻ മുറിവുണ്ടാക്കി എന്നൊക്കെ പറയുന്നു, വൂണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നൊക്കെ പറയുന്നു. അത് സത്യമാണെന്ന് കോടതിക്ക് ബോധ്യമാവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള എന്ത് ഉത്തരവ് വേണമെങ്കിലും വന്നോട്ടെ. പക്ഷേ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ആ നീതിപീഠത്തോട് ബോധിപ്പിക്കണമെന്നുള്ളൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ 5 അടി തികച്ച് പൊക്കമില്ല. അപ്പോൾ 5 അടി പോലും തികച്ച് പൊക്കമില്ല. പ്രസവം കഴിഞ്ഞിട്ട് കഷ്ടിച്ച് 6 മാസം ആയിട്ടേ ഉള്ളൂ. എൻ്റെ ആരോഗ്യനില അപ്പോൾ എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെ ഒരാൾ 6 അടി പൊക്കവും അതിനനുസരിച്ചുള്ള ശരീരമുള്ളൊക്കെ ഒരാളെ, അതും പുരികത്ത് ഏറ്റവും മുകളിൽ മുറിവുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്ന് തന്നെ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത് കോടതിയിൽ അവർ തെളിവുകൾ ഹാജരാക്കട്ടെ. കോടതിക്ക് അത് ന്യായമാണെന്ന് തോന്നുകയാണെങ്കിൽ കോടതിയുടെ തീരുമാനം എന്ത് തന്നെയായാലും അത് നടപ്പിലാവട്ടെ എന്ന് തന്നെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തമ്മിൽ അഭിഭാഷകരുടെ സംഘടന സ്വീകരിച്ച നടപടികൾ ആത്മാർത്ഥമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആത്മാർത്ഥമല്ല എന്ന് ഞാൻ കരുതാനുള്ള കാരണം, എൻ്റെ പെർസെപ്ഷനാണ് ശ്യാമിലി. എന്ന് പറഞ്ഞാൽ
ഇവിടെ ആ സമയത്ത് ബെയിൽദാസിനെ വേണമെങ്കിൽ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. ഈ പറഞ്ഞ സംഘടനകൾ തടഞ്ഞുകൊണ്ടാണ് പോലീസിന് അപ്പോൾ കസ്റ്റഡി എടുക്കാൻ കഴിയാതെ പോയതും ബെയിലിൻ ഒളിവിലേക്ക് പോയതും. ബെയിലിൻ ഇക്കാലം അത്രയും ഒളിവിൽ കഴിഞ്ഞ് ആരുടെയും സഹായമില്ലാതെ ഈ പറയുന്ന സ്ഥലത്ത് ഒളിവിൽ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്, വൈദ്യപരിശോധന കൊണ്ടുപോകുന്നതൊക്കെ എന്തോ ഒരു വീരകൃത്യം നടത്തിയ ആൾ പോകുന്ന മട്ടിലാണ് ബെയിലിൻ്റെ പോക്കും വരവും ഒക്കെ. ഈ പറയുന്ന സംഘടന അല്ലെങ്കിൽ സഹപ്രവർത്തകർ ഒന്ന് കവളത്ത് തട്ടി പോട്ടെ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം, ജാമ്യം കിട്ടാം എന്നൊക്കെ സമാധാനിപ്പിക്കുന്ന കണ്ടു. ഏതെങ്കിലും തരത്തിൽ അഭിഭാഷകരുടെ സമരമുഖത്തു നിന്ന് പോലീസ് കസ്റ്റഡി എടുത്തുകൊണ്ട് പോയ ആളല്ല. തൻ്റെ ജൂനിയറിനെ അതിക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ചൊരു പ്രതിയോട് എന്തിനാണെന്ന് എത്ര അനുതാപം ശ്യാമിലി? ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ബാർ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പൂർണ്ണ പിന്തുണ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഓറലി ഒരു കംപ്ലൈൻറ്റ് കിട്ടിയപ്പോൾ തന്നെ അവരതിന് ഉടനെ തന്നെ അവരതിന് ആക്ഷൻ എടുത്തു. ബാർ കൗൺസിലും അതെ, എൻ്റെ കംപ്ലൈൻറ്റ് ലഭിച്ച ഉടൻ തന്നെ അവരതിൻ്റെ ആക്ഷൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ എൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ അദ്ദേഹം കോടതിയിലോട്ട് വന്ന രീതി, അതിലൊന്നും ഞാനതിലെന്ത് പറയാനാണ്, അതിലൊന്നും എനിക്കൊരു അഭിപ്രായവും ഇല്ല. അല്ല, ശ്യാമിലി പറഞ്ഞ അഭിപ്രായമല്ലത്, അത് ഉറപ്പായും ശ്യാമിലി പറഞ്ഞതല്ല. പക്ഷേ ഒരല്പസമയം തുടരാം. ഞാൻ മറ്റൊരു ദൃശ്യം കാണിക്കാം. ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു അറസ്റ്റിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണിക്കാമോ? ദിവസങ്ങൾക്ക് മാത്രം മുൻപുള്ള ഒരു അറസ്റ്റിൻ്റെ ദൃശ്യങ്ങളാണ്. വേടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. കാണിക്കാമോ? നോക്കൂ, എത്രമാത്രം ശുഷ്കാന്തിയോടെയാണ് വേടനെ രണ്ട് കൈകളിൽ പിടിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ. നോക്കൂ, ഇറങ്ങി ഇത് കേസെന്താണ്? ഇത് ഈ പറയുന്ന ചെറിയ അളവിൽ കഞ്ചാവ് പിടിച്ച കേസല്ല കേട്ടോ. ഇത് ഈ പറയുന്ന പുലിനകവുമായി ബന്ധപ്പെട്ടത് പുലിനകമാണോ എലിനകമാണോ എന്നറിയാത്ത, വനം വകുപ്പിനൊന്നും ഉറപ്പില്ലാത്ത, ഈ പറയുന്ന വേടൻ്റെ ശ്രീലങ്കൻ കണക്ഷനൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്ന നെറുകേട് പറഞ്ഞ ഒരു കേസാണ്. കൊണ്ടുവരുന്ന മട്ട് കണ്ടോ? വേടനെ കൊണ്ടുവരുന്ന മട്ട് കണ്ടോ? ഈ പറഞ്ഞ വനം വകുപ്പൊക്കെ ഏതോ വലിയ കൊലപാതക കേസിലെ പ്രതിയെ കൊണ്ടുവരുന്ന മട്ടാണ്. അത് കോടതിയിലേക്ക് പോയി, കോടതിയുടെ തൊട്ടിക്കളഞ്ഞു. വേടൻ ജാമ്യം കൊടുത്തു. ആ കേസ് തന്നെ നിലനിൽക്കുമെന്ന് അറിയില്ല. കാര്യം അത് പുലിപ്പല്ലാണോ പുലിനകമാണോ പുലിയുടെ വേറെന്തെങ്കിലും ആണോ എന്ന് പോലും ഈ പറഞ്ഞ വനം വകുപ്പിനൊന്നും അറിയാതെ അതിങ്ങനെ എക്സൈസ് പിടിച്ച പുലിവാല് എന്ന മട്ടിൽ നിൽക്കുന്നു. ഇന്ന് ഈ പറഞ്ഞ ബെയിലിൻദാസിനെ കൊണ്ടുവരുന്ന ആ ദൃശ്യം ഒന്ന് കാണിക്കാവോ? നോക്ക്, വിതുമ്പുന്ന ബെയിലിൻദാസ്. പോലീസുകാർക്ക് അപ്പുറം പിടിക്കണ്ട, ബെയിലിന്റെ കയ്യിലും കാലും പിടിക്കണ്ട. ഇനി ഇതല്ല, നേരത്തെ വൈദ്യപരിശോധന കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വരുന്ന ദൃശ്യങ്ങൾ ഒരു VIP പരിഗണനയോടെയാണ് പോലീസുകാർ ഇങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ വേടൊരു നീതിയാണ്, ഈ പറയുന്ന ബെയിലിന് വേറൊരു നീതിയാണ്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. പോട്ടെ, അത് അഡ്വക്കേറ്റ് ശ്യാമിലി പറയേണ്ട വിഷയമല്ല. അഡ്വക്കേറ്റ് ശ്യാമിലിയും ഇന്നിപ്പോൾ ഈ പറയുന്ന ബെയിലിനെ റിമാൻഡ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി നീതി കിട്ടി എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അഡ്വക്കേറ്റ് ശ്യാമിലി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിമാൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രതിയെ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് എനിക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത്. എനിക്ക് നീതി കിട്ടി. എന്നോട് ചെയ്തതിനൊക്കെയുള്ള ഇത് ബാർ അസോസിയേഷനായാലും ബാർ കൗൺസിലായാലും അവരൊക്കെ ഉടനെ ആക്ഷൻ എടുത്ത് ആസ് എ ലോയർ കിട്ടാവുന്നത് കിട്ടി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് കോടതിയുടെ പരിഗണനയിലുള്ള കാര്യം കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അതിപ്പോൾ എന്തായാലും റിമാൻഡായാലും ബെയിൽ അനുവദിക്കുന്നതായാലും അതിലൊന്നും എനിക്ക് യാതൊരുവിധ എതിരഭിപ്രായമില്ല. കോടതി എന്ത് തീരുമാനിച്ചാലും എനിക്കതിൽ മറ്റൊരു അഭിപ്രായവും ഇല്ല എന്നുള്ളതാണ്. കോടതി എന്ത് തീരുമാനിച്ചാലും ഞാനത് പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്യാമിലി, ഇത് ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ഒരു നിലപാട് സ്വീകരിച്ചത് ശ്യാമിലോട് കാണിക്കുന്ന എന്തെങ്കിലും ഒരു ദയാദാക്ഷിണ്യമാണെന്ന് ദൈവം ഇത് കരുതല്ലേ? അങ്ങനെ നിഷ്കളങ്കമാവില്ല. അത് കാരണം എന്താണെന്ന് അറിയാം. കാരണം ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കേരളം കണ്ടതുകൊണ്ടാണ്. അതിനകത്ത് വേറൊരു ഡിഫൻസും പറയാനില്ലാത്തവണ്ണം, വേറൊരു പ്രതിരോധത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാനാവാത്തവണ്ണം ശ്യാമിലിയുടെ മുഖത്ത് അത്രയും കനച്ചു കിടന്ന പാട് കേരളം കണ്ട് കേരളം ഒന്നാകെ ഞെട്ടിയതുകൊണ്ടും കേരളം കൂടെ നിന്നതുകൊണ്ടുമാണ്. അത് കാരണം ഈ പറയുന്ന സംഘടന എല്ലാ കാലത്തേക്കും ബെയിലിനോട് നിലപാട് സ്വീകരിക്കും, സ്വാധീനമുള്ള അഭിഭാഷകനോട് സ്വീകരിക്കും എന്നടുക്കൊരു ശ്യാമിൽ കരുതല്ലേ? അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. എൻ്റെ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും എന്നോടൊപ്പം നിന്നു. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു
സംഭവം നടന്നപ്പോൾ തന്നെ അവർ എൻ്റെ കൂടെ നിന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ കേരള ജനത മൊത്തം കണ്ടതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവർക്കതിലൊരു ന്യായമുണ്ട് എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ എൻ്റെ കൂടെ തന്നെ നിന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയ പിന്തുണയോ അങ്ങനെ ഒന്നുമല്ല. ഇതിനെ ഒരിക്കലും ആരും തന്നെ ഒരിക്കലും ഈ ഒരു കാര്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുക. അതിപ്പോൾ തന്നെ പലരും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കം, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു കുറ്റം നടന്നു, അത് കുറ്റം ചെയ്ത ആൾ സമ്മതിക്കുകയും ചെയ്തു, അതിനുള്ള നടപടിയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഏതോ ആയിക്കോട്ടെ, ഇതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല. ഈ പറയുന്ന എനിക്കും ഒരു രാഷ്ട്രീയം ഇല്ലാത്തതാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം എടുത്തിട്ടുള്ള ആളല്ല. പക്ഷേ എല്ലാവരും ഒരുമിച്ച്, എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരുമിച്ച് എനിക്ക് വേണ്ടി നിന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒരു വേർതിരിവ് ഞാൻ കാണുന്നില്ല. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു സംഘടന അദ്ദേഹം ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. അതിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അതിലെല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സംഘടന മൊത്തത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് അവർ ഭയങ്കര എതിരാണ് എന്ന് അങ്ങനത്തെ ഒരു അഭിപ്രായമല്ല. ചില സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന് നിൽക്കുന്നു. അഡ്വക്കേറ്റ് ശ്യാമലിക്ക് എന്തെങ്കിലും റിസർവേഷനോ എന്തെങ്കിലും ഭയമോ പിടിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറയാണ്. കാര്യം എന്താണെന്നറിയോ? അഡ്വക്കേറ്റ് ശ്യാമലിയുടെ മുഖത്തെ ചുവന്ന തിണർത്ത പാടുകൾ കണ്ട് കേരളം ഒന്നാ കൂടെ എന്നതാണ്. ഇനി എല്ലാ കാലവും കേരളം ഒന്നാ കൂടെ നിൽക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ശ്യാമലിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം, ഏതെങ്കിലും തരത്തിലുള്ള ലോസ്, ഏതെങ്കിലും തരത്തിലുള്ള ഒതുക്കലുണ്ടാവാൻ കേരളം അനുവദിക്കില്ലെന്നേ. അല്ല, ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല എന്നാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ എന്തിനു ഭയക്കണം? എനിക്ക് ഭയക്കേണ്ടുന്ന ഒരു കാര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ക്രൈം നടന്നു, അതിൻ്റെ റെമഡിയാണ് എനിക്ക് ആവശ്യം. ഞാൻ നിൽക്കുന്ന എൻ്റെ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും അതിന് എനിക്ക് ആവശ്യമായൊരു റെമഡി അവർ തന്നു. ഇനി അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യം കോടതി തീരുമാനിക്കട്ടെ. എനിക്ക് എൻ്റെ ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ബെയിലിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ബെയിലിന്റെ ഒരു പശ്ചാത്തലം ചോദിച്ചാൽ ഒരു മോശപ്പെട്ട അഭിഭാഷകൻ എന്തായാലും ബെയിലിന് വേണ്ടി ഹാജരാവാൻ തരമില്ല. അത് നടക്കട്ടെ. ഇപ്പോൾ ശ്യാമലിയും ഒരു നിയമ പോരാട്ടത്തിന്റെ വഴിയിൽ തന്നെയാണ്. പക്ഷേ ശ്യാമലി അയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന നീതി കിട്ടി എന്നതും റിമാൻഡ് എന്ന് പറഞ്ഞ നീതി കിട്ടി എന്ന് പറയുന്ന ഒരു മരീചികയാണ്, ഒരു മിറാഷാണ്. അതിനപ്പുറം കുറച്ചു നാൾ കൂടി നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങൾ കൂടി ശ്യാമലി തയ്യാറെടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു ജൂനിയർ അഭിഭാഷകയ്ക്ക് ഈ അനുഭവം ഉണ്ടായിക്കൂടാ എന്നുറപ്പിക്കാനുള്ള ബാധ്യത കൂടി താങ്കൾക്കുണ്ട് എന്ന് കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് ശ്യാമലി? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു പോരാട്ടമോ ഇതൊരു മത്സരമോ ഒന്നുമല്ല. എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിന് ഈ പറഞ്ഞതുപോലെ അതിന് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആർക്കും, ഈ ഫീൽഡിലെന്നല്ല, ഒരു ഫീൽഡിലുള്ള ആർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഇത് ചെയ്തതിന് തക്കതായ ശിക്ഷ എന്താണോ അത് അദ്ദേഹത്തിന് കിട്ടട്ടെ. എനിക്ക് നീതി ലഭിച്ചു എന്ന് പറയുന്നത് ശരിക്കും സത്യസന്ധമായിട്ട് മനസ്സിൽ നിന്ന് പറയുന്ന കാര്യം തന്നെയാണ്. എനിക്ക് നീതി ലഭിച്ചു. ഇതുവരെ ഉള്ള കാര്യങ്ങളിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ആരും എന്നെ വിളിച്ചിട്ട് പരാതി പിൻവലിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ മറുത്തൊരു വാക്ക് പറയാം അങ്ങനെ ഒന്നും എനിക്ക് എതിരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്കറിയാം, സോഷ്യൽ മീഡിയ ആണ്, എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ടാകും. എന്ത് കാര്യം, നേരത്തെ ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ അമ്മയെ തല്ലി എന്ന് കേട്ടാലും രണ്ടു പക്ഷം പറയുന്ന ആൾക്കാരുള്ള നാടാണ്. എല്ലാ കാര്യത്തിലും അതുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ഞാനൊരു കാര്യമാക്കണ്ടാന്ന്. ഇപ്പോൾ ശ്യാമലിയുടെ മുഖത്ത് എന്തോ മേക്കപ്പ് ആണ്, ലിപ്സ്റ്റിക് ആണ് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ വായിച്ചായിരുന്നു. അതെ, അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെ ഉള്ള സഹപ്രവർത്തകർ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷമം തോന്നുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവർക്ക് മേക്കപ്പ് ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ എനിക്കറിയില്ല അവരുടെ മനസ്സ് എത്രത്തോളം ആണെന്ന്. പിന്നെ പറഞ്ഞു കേട്ടതൊക്കെ വെച്ചിട്ട് ഡിഫൻസിന് എന്ത് വേണമെങ്കിലും പറയും. അപ്പോൾ ഓരോരുത്തരും ഓരോ കഥ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് പ്രതികരിക്കാനില്ല. ഇത് ലിപ്സ്റ്റിക്കാണ്, ഇത് മേക്കപ്പ് ചെയ്തതാണ്, ചിരിക്കുമ്പോൾ
ഈ പാട് കാണുന്നില്ല, അതെ അതെ ചിരിക്കാതിരിക്കുമ്പോൾ പാട് കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഞാൻ ഓരോ ഇൻ്റർവ്യൂവിനും പോയി ഓരോ മേക്കപ്പ് ചെയ്തിട്ട് വന്നിരിക്കുക. എനിക്കിതിലൊന്നും ഇതൊക്കെ മറുപടി പോലും അർഹിക്കാത്ത ആരോപണങ്ങൾ, വെറും വെറും എൻ്റെ മനസ്സ് വേദനിക്കട്ടെ എന്ന് ചിന്തിച്ച് അവർക്ക് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരുടെ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. ഇതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞോട്ടെ, മേക്കപ്പ് ആണെങ്കിൽ ആണ്, മേക്കപ്പാണ്, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇത് മേക്കപ്പാണ്, അവരങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ, അതിലെനിക്ക് യാതൊരുവിധ പരാതിയില്ല. താങ്ക് യു ശ്യാമിലി. എന്തായാലും മുന്നോട്ടേക്ക് പോകൂ, പോരാട്ടമല്ല എന്ന് ശ്യാമിലി പറയുമ്പോൾ തന്നെയും അത് പോരാട്ടമാണ്. അത് ശ്യാമിലിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല. അത് ഏതെങ്കിലും മേഖലയിലൊക്കെ, അത് അഭിഭാഷക മേഖലയിൽ മാത്രം, ഏതെങ്കിലും മേഖലയിലൊക്കെ അത്തരത്തിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് മുന്നോട്ട് വന്ന് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പ്രചോദനമൊക്കെയാണ്. ആ പോരാട്ടത്തിൽ അവസാനം വരെ പോകൂ, സർവ്വവിധ പിന്തുണയും. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ നമ്മൾ കാണുന്ന കുറേയധികം വേദനിപ്പിക്കുന്ന കാഴ്ചകളൊന്നായിരുന്നു നമ്മളിപ്പോൾ കണ്ട പറയുന്ന പാവം അഭിഭാഷകയുടെ മുഖത്തെ ചോര കനച്ച പാടുകൾ. നീതി കിട്ടിയെന്ന് അവർ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, അത്രത്തോളം സ്വാധീനമുള്ള, അത്രത്തോളം സംഘടനാ ബലമൊക്കെയുള്ള പല രാഷ്ട്രീയ ബലങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ ബലമുള്ള വലിയ സ്വാധീനമുള്ള ഒരാൾ ഒരു കസ്റ്റഡിയിലായപ്പോഴേക്കും നീതി കിട്ടി എന്ന് ശ്യാമിലി ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അവരുടെ വിശ്വാസം. സുഭാഷ് ബാബു, നമ്മൾ കണ്ട മറ്റൊരു കാര്യം നെടുമ്പാശ്ശേരിയിലെ സംഭവമാണ്. ഇപ്പോൾ അവിടെ സംസ്കാരം, ഐവിൻ ജിജോയുടെ സംസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നതാണ് തോന്നുന്നത്. 23-24 വയസ്സ് മാത്രമാണ് പ്രായം. ഏക മകനേ ഉള്ളൂ. പാവ അമ്മ പാലായിലെ ആശുപത്രിയിൽ നേഴ്സാണ്. അച്ഛൻ ജോലി ചെയ്യുന്ന ആളാണ്. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം, ഒരു പാവം കുടുംബം, ഒരു ലോവർ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയാവുന്നൊരു കുടുംബം. അതും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ട്രാഫിക് പ്രശ്നം മൂലമുണ്ടായ അല്ലെങ്കിൽ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് എത്തുമോ? അതൊന്നാം തരം മർഡർ അല്ലേ ശ്രീ സുഭാഷ് ബാബു? തീർച്ചയായിട്ടും അത് മർഡറിൻ്റെ ഗണത്തിൽ തന്നെ പെടുത്തണം. കാരണം ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിൽ ആ പ്രവൃത്തിയെ കൊണ്ട് ഈ വ്യക്തിക്ക് മരണം സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ, അല്ലെ അറിവും വിശ്വാസവും ഉണ്ടെങ്കിൽ അറിവോട് കൂടിയിട്ട് ആ പ്രവൃത്തി ചെയ്യുകയും ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയാതെ തുടർന്ന് ആ പ്രവൃത്തി ചെയ്യുകയും ചെയ്ത് അതിനെ തുടർന്നുണ്ടാകുന്ന പരിക്കിനാലോ മറ്റു സാഹചര്യത്തിലോ ഒരാളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൊലപാതകമാണ് എന്ന് വ്യക്തമായിട്ട് കൊലപാതകത്തിൻ്റെ ഡെഫിനിഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് ഈ വ്യക്തിയെ സംബന്ധിച്ചോളം ഇതേമാതിരി കാറിടിച്ച് കാറിൻ്റെ ബോണറ്റിൻ്റെ മുകളിൽ ഇരിക്കുന്ന വ്യക്തിയെ കാറ് വളരെ സ്പീഡിൽ ഓടിച്ചു പോകുകയും വളരെ ദൂരം കൊണ്ടുപോയതിന് ശേഷം ബ്രേക്കിട്ട് താഴെ ബ്രേക്ക് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഷേക്കിനകത്ത് ഈ വ്യക്തി തെറിച്ച് താഴെ പോകുമല്ലോ. താഴെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ കാർ ഓടിച്ച് എന്നിട്ട് കാർ മുന്നോട്ട് പോകാൻ വയ്യാത്ത സാഹചര്യത്തിൽ കാർ അവിടെ നിൽക്കുന്നു. ആ നിൽക്കുന്ന അവസരത്തിൽ ആ പരിക്കിനാൽ തലയ്ക്കുണ്ടാക്കുന്ന മറ്റ് ശരീരത്തിനുണ്ടാക്കുന്ന ആഘാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി മരിച്ചു പോകുമ്പോൾ ഇത് ശക്തമായ അറിവോട് കൂടിയിട്ടാണ് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഇതേമാതിരി അപകടകരമായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും അതിനാൽ ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാതെ ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് കൊലപാതകം തന്നെ. കൊലപാതകത്തിൻ്റെ ഡെഫിനിഷനിൽ അത് പറയുന്നുണ്ട്, 4-ാം വകുപ്പിൽ പറയുന്നുണ്ട് ഏതാണ് കൊലപാതകം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കൊലപാതകം തന്നെ, അതിന് സംശയമില്ല. പോലീസിന് അതിനകത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമൊന്നും വരുന്നില്ല. കൊലപാതകത്തിന് തന്നെ ആ കേസ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് മറ്റ് ഏതെങ്കിലും രീതിയിൽ അതൊരു മോട്ടോർ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കൾപ്പബിൾ ഹോമിസൈഡൊന്നും ആക്കി മാറ്റാൻ പറ്റില്ല. കാരണം അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ, പ്രത്യേകിച്ച് അതിനകത്ത് CCTV ദൃശ്യങ്ങളുണ്ട്, ദൃക്സാക്ഷികളുണ്ട്, അവനെ കണ്ടു നിന്ന നാട്ടുകാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് തെളിവ് കൊടുക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അത്ര ക്രൂരമായ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട സംശയം വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സുഭാഷ് ബാബു, ഇവിടെ പിന്നുള്ള സംശയം, നമ്മൾ ഈ റോഡിൽ നമുക്കൊക്കെ സ്ഥിരമായി ചിലപ്പോൾ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ വണ്ടി ഉരയുന്നതിന് പേരിൽ തർക്കം ഉണ്ടാവുക. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? വണ്ടി ഉരയുമ്പോഴേക്കും നമ്മൾ ഒന്നുകിൽ പോലീസിനെ വിളിക്കും, പോലീസ് വരും, പോലീസ് വന്നത് കേസാക്കും, അത് ക്ലെയിമിലോട്ടോ മറ്റോ പോവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുറ്റമാണ്, നമ്മൾ പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ പൈസ തരുന്നു, ഒരു തർക്കമൊക്കെ ഉണ്ടാവും. അതിനപ്പുറം നോക്കൂ സുഭാഷ് ബാബു, ഇവിടെ ഈ പറഞ്ഞ ഐവിൻ വണ്ടിയുടെ മുന്നിൽ കയറി ഇരുന്നപ്പോൾ വണ്ടി മുന്നോട്ടെടുത്തു എന്നതിനപ്പുറം തലയ്ക്ക് ഗുരുതര പരിക്കാണ്, സ്വകാര്യ ഭാഗങ്ങളിൽ ഗുരുതര പരിക്കാണ്, ശരീരമാസകലം ഗുരുതര പരിക്കാണ്. ഇതിനു മുൻപ് ക്രൂരമായി 2 പേർ ചേർന്ന് ഐവിനെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കേവലം ഒരു റോഡിലെ തർക്കത്തിൻ്റെ പേരിൽ അത്രയും ബ്രൂട്ടലായി കൊന്നുകളയോ ഒന്നും അറിയാത്തൊരു പാവ മനുഷ്യനെ സുഭാഷ് ബാബു?
അല്ല, അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പൊതുവേ കാണുന്നുണ്ട് ഇപ്പോഴത്തെ കൊലപാതകത്തിനൊക്കെ കാരണങ്ങളൊന്നും പ്രത്യേകം വേണ്ട. പെട്ടെന്ന് പ്രകോപിതനാകുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ ആഷ്മി പറഞ്ഞ പ്രകാരം തന്നെ ഇതിനകത്ത് തീർച്ചയായും മയക്കുമരുന്നിൻ്റെ ഒരു മദ്യമാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മയക്കുമരുന്ന് പ്രത്യേകിച്ച് ഈ കെമിക്കൽ ഡ്രഗിൻ്റെ ഒരു ആധിപത്യം തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടാകുന്ന കൊലപാതകങ്ങളിൽ മിക്കവാറും ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഇത് കേട്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് സ്വാധീകരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ സാഹചര്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഉന്മൂലനം ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഇവൻ്റെ ദേഷ്യം അടങ്ങുള്ളൂ. അതാണ് ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് വ്യക്തികളായാലും ശരി, അദ്ദേഹം ആ CISFൻ്റെ SI ആയാലും ശരി, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായാലും രണ്ടായാലും ശരി, ഏതെങ്കിലും ഒരു ലഹരിയുടെ ഉന്മാദത്തിലായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അതോടുകൂടി പ്രത്യേകിച്ച് അവർക്ക് ദേഷ്യം വരികയും പിന്നെ തൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു ധാർഷ്ട്യം മനസ്സിൽ വരികയും ഇതെല്ലാം കൂടെ സംയോജിച്ച് വരുന്ന അവസരത്തിൽ അത് തീർച്ചയായിട്ടും ഭ്രാന്തമായ ഒരു പ്രവൃത്തി ധിക്കാരപരമായിട്ട് അവർ ചെയ്യും എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കേസ് അതിൻ്റെ അർഹമായ ഗൗരവത്തിൽ തന്നെ എടുക്കാനേ എല്ലാവർക്കും കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണെന്ന് പറയുക, ഇത് അതിൻ്റെ പശ്ചാത്തലം എന്താണ്? കാരണം ഇവരെ സംബന്ധിച്ച് ഇവരെ മെഡിക്കൽ ടെസ്റ്റൊക്കെ നടത്തിക്കഴിഞ്ഞു. മെഡിക്കൽ ടെസ്റ്റിന് റിസൾട്ട് വരാൻ സമയമായിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ മയക്കുമരുന്നോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുള്ളതിന് അതിൻ്റെ രക്തപരിശോധനയ്ക്ക് ശേഷം എന്തായാലും ശരി അതിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ എന്തായാലും അതിനകത്തൊരു ലഹരിയുടെ ആധിപത്യം എന്തായാലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥരെന്നുള്ള രീതിയിൽ അത് ചെയ്യാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രവൃത്തി ഏതെങ്കിലും ലഹരിയുടെ അടിമപ്പെട്ടോ അല്ലെങ്കിൽ ഉപയോഗത്തിന് ശേഷം ഉണ്ടാകുകയാണെങ്കിൽ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഠിനമായ രീതിയിൽ ആ നിയമ വഴിക്ക് അദ്ദേഹം അതിനെ നേരിടേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അതിനെ നമ്മൾ ലാഘവബുദ്ധിയോടെ കാണണ്ട. അത് വളരെ ഗൗരവമുള്ള കേസാണ്, കൊലപാതകം തന്നെയാണ്. ആ കൊലപാതകം അർഹമായ രീതിയിൽ പോലീസ് അത് അന്വേഷിച്ച് നല്ല രീതിയിൽ ഒരു അന്വേഷണം മാത്രമേ അതിനകത്ത് തെളിവ് ശേഖരണം മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്ന രീതിയിലുള്ള കൊലപാതകത്തിലേക്ക് പര്യവസാനിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നാട്ടുകാർ അഭിനന്ദനം ഉറയ്ക്കുന്ന കാര്യം അതല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു റാഷ് ആൻഡ് നെഗ്ലിജൻസ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഈ പറയുന്ന എന്താണ് കേവലം വകുപ്പുകളിൽ പോകേണ്ട ഒരു കേസാണ്. നാട്ടുകാർ ഇടപെടലാണത്. സുഭാഷ് ബാബു സാർ പറയുന്നത് പോലെ അങ്ങനെ ആവുകയാണ്. നാട്ടുകാരുടെ ഇടപെടൽ പ്രധാനമായതാണ്. കുട്ടിയത്ത് മാതാവിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത വാർത്ത കൂടി നമ്മൾ കണ്ടു. ഷാൻ എന്നാണ് പേര്. ഷാൻ്റെ നാട്ടുകാരനും വാർഡ് മെമ്പറുമായ ഫൈസൽ കുളപ്പാടം കുറിച്ച് ചെയ്യുന്നു. ഫൈസൽ കുളപ്പാടം, ഇവിടെയും ഈ പറയുന്ന ലഹരിയുടെ സാന്നിധ്യം എവിടെയാണെന്ന് തോന്നുന്നു. അന്വേഷിച്ചപ്പോൾ ഈ ഷാൻ ഒരു അവിടുത്തെ ഒരു സ്ഥിരം മയക്കുമരുന്നുകാരനാണ്, കഞ്ചാവാണ്, MDMA ഉണ്ടെന്ന് സംശയിക്കുന്നു. പറയാനുള്ള കാരണം വെറുതെ പറയുന്നതല്ല. ഇയാളുടെ വീട്ടിൽ നിന്ന് മയക്കുമരുന്ന് വീട്ടുകാർ തന്നെ എടുത്ത് പോലീസിൽ കൊടുത്ത ഒരു സംഭവം തൊട്ടും ഉണ്ടായി, അല്ലേ ശ്രീ ഫൈസൽ കുളപ്പാടം? ഇത് ഒരു ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. അപ്പം തുടർച്ചയായി ഈ ഷാനുമായി ബന്ധപ്പെട്ട് പരാതികൾ കുട്ടിയം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ 5 തവണത്തോളം ഈ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ വിഷയം നടക്കുന്നതിന് 2 ദിവസം മുമ്പ്, അതായത് മെനഞ്ഞാന്ന് ഒരു പരാതി കുട്ടിയം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയുണ്ടായി. ഈ പരാതിയുടെ സംക്രമം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ മാതാവ്, അതായത് ഷാൻ്റെ ഭാര്യയുടെ അമ്മ, ആ അമ്മയും ഈ പെൺകുട്ടിയും കൂടി ഷാൻ്റെ വീട്ടിൽ വരുന്നു. അപ്പോൾ ആ വീട്ടിൽ വന്നതിന് ശേഷം വളരെ മോശകരമായിട്ടുള്ള ഒരു സമീപനം സ്വന്തം മാതാവായിട്ട് കാണേണ്ട ആ ഭാര്യയുടെ അമ്മയുടെ അടുക്കൽ ഈ ഷാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് ഗൗരവതരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ തന്നെ ജീവഭയം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ കുട്ടിയം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. ഈ കുട്ടിയും ഈ മാതാവും കൂടെ ചേർന്നുകൊണ്ടാണ് ഷാനെതിരെ പരാതി കൊടുക്കുന്നത്. 2 ദിവസം മുമ്പാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം പരാതിയുടെ രൂപത്തിൽ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ്. ഈ പരാതി കൊടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ തെളിവും ഹാജരാക്കുന്നു. അതായത് OCB പേപ്പർ, പകുതി സിഗരറ്റിൽ നിന്നും ചുക്ക മാറ്റിവെച്ച് അതിനകത്ത് മറ്റ് ലഹരി വസ്തുക്കൾ, കഞ്ചാവ് നിറച്ചിട്ടുള്ള സിഗരറ്റ്, ഗുളിക, അതിനോടൊപ്പം തന്നെ വെള്ള പൊടി
രൂപത്തിലുള്ള കാര്യങ്ങൾ ഇത് ഇത്രയും കൂടെ ചേർത്ത് കൊണ്ടുപോയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ അത് ഫോട്ടോ എടുത്ത് വെച്ചതിന് ശേഷം ഇവരെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയത്തിൽ എങ്ങനെയാണ് പോലീസ് ഇടപെട്ടത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വേടൻ്റെ കാര്യം. ഒരു റെയിൽവേ പുറമ്പോക്കിലെ ഒരു കുടിലിൽ സ്വന്തം അധ്വാനവും പ്രതിഭയും കൊണ്ട് വളർന്നു വന്ന ആ വേടൻ്റെ കഴുത്തിൽ ഒരു പുലിനഖം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ആഷ്മി സൂചിപ്പിച്ചതുപോലെ അത് ഏത് നഖമാണെന്ന് പോലും അറിയുവാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ പോലീസ് കാട്ടിക്കൂട്ടിയിട്ടുള്ള പോക്രിത്തരങ്ങൾ എന്ന് തന്നെ പറയാം. അത് ഏത് നിലയിലാണ് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്? ഇവിടെ ജെനുവിനായിട്ട് സ്വന്തം ഭർത്താവ് അല്ല ഫൈസൽ, അറിയാൻ കഴിയുന്നത് ഈ ഭാഗ്യം ഇയാളുടെ ഭാര്യ വീട്ടിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിയുടെ മൃതദേഹം കൂടി ആ വീട്ടിൽ കാണേണ്ട ഗതികേട് കേരളത്തിനുണ്ടായേനെ. എന്ന് പറഞ്ഞാൽ പരമാവധി 35 ലക്ഷം വീട് വെച്ച് കൊടുത്തു, ജീവിക്കാൻ വേണ്ടി കടയിട്ട് കൊടുത്തു, എന്നിട്ടൊന്നും ഒന്നുമില്ലാതെ ലഹരിയിൽ മുടിഞ്ഞൊരുത്തൻ എന്നേ പറയാം. ഇപ്പോൾ അയാൾ തൂങ്ങി മരിച്ചു വന്നുകൊണ്ട് നല്ലത് പറയണമെന്നില്ലല്ലോ. ഫൈസൽ, അങ്ങനെ മുടിഞ്ഞു പോയ ഒരാൾ ഈ പറയുന്ന ഭാര്യ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും കൊന്നേനെ. അതിൻ്റെ എന്താണ് കാര്യങ്ങൾ സംസാരിക്കാൻ വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ അതായത് അമ്മായി അമ്മയോട് വളരെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ വളരെ മോശമായി പെരുമാറി എന്ന പരാതി പോലീസ് സ്റ്റേഷനിലുണ്ട്. തൂക്കിയെടുത്ത് അകത്തിടേണ്ട കേസാണ്. തൂക്കിയെടുത്ത് അകത്തിട്ടിരുന്നെങ്കിൽ ഒരു പാവം അമ്മയുടെ ജീവൻ പോലീസിന് വേണമെങ്കിൽ കാക്കാമായിരുന്നു. ഫൈസൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ലോകത്തേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിന് സമാനമായ നിലയിൽ തന്നെ ഈ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ കുണ്ടറയിലെ പടപ്പക്കര എന്ന് പറയുന്ന പ്രദേശത്ത് 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുകയാണ്. ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നതിന് ശേഷം ആ മരണപ്പെടുന്നതിന് മുമ്പ് ആ പെടയുന്ന ജീവൻ കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം വിശക്കുമ്പോൾ മുട്ട പൊരിച്ച് കഴിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പ്രസവിച്ച് ആദ്യമായി കയ്യിലേക്ക് വന്നത് ആ അമ്മയുടെ മുത്തച്ഛൻ്റെ കയ്യിലേക്കാണ് വന്നത്. ആ മുത്തച്ഛനെ കാത്തു നിൽക്കുകയാണ്. ആ മുത്തച്ഛൻ വരുമ്പോൾ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയാണ്. അവിടെ കാവൽ നിന്നതിന് ശേഷം സംസ്ഥാനം വിട്ടു പോകുന്ന ഒരു സമീപനം. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാര്യയെ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയുണ്ടായി. അതായത് ഉമ്മായോട് പെരുമാറിയത് അതിന് താണ് വീണ് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ പെരുമാറില്ല, അന്നരത്തെ സാഹചര്യത്തിന് ഞാൻ അങ്ങനെ പെരുമാറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുകയാണ്. തലനാരിഴയ്ക്കാണ് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ ആ പെൺകുട്ടി കൂടി ആ വീട്ടിൽ വന്നിരുന്നു എങ്കിൽ 100% ഉറപ്പാണ് ഈ ഷാന്റെ കത്തിക്ക് ഈ പെൺകുട്ടിയും വിളിച്ചാണ് അതിന്റെ ആയുസിന്റെ ബലം അങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ തോന്നുന്നത്. ഞാൻ എത്താം. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനം പറയാം. അതായത് ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ പോലീസുകാരെയും അടച്ചാക്ഷേപിക്കാനോ അവരെ കുറ്റപ്പെടുത്തുവാനോ കഴിയില്ല. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഷാൻ്റെ വിഷയം ഉണ്ടാകുന്നത്. ആ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 1 മാസക്കാലമായി SHO ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു SI മാത്രമാണുള്ളത്, പിന്നെ പ്രവേശനിലുള്ള SI. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പെറ്റീഷനുകളുള്ള ഏറ്റവും കൂടുതൽ കേസുകൾ എടുക്കുന്ന 2ാമത്തെ പോലീസ് സ്റ്റേഷനാണ് കൊട്ടിയം പോലീസ് സ്റ്റേഷൻ, 1ാമത്തെ കരുനാഗപ്പള്ളി. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്റ്റേഷനിൽ 1 മാസക്കാലമായി SHO ഇല്ലാത്ത സാഹചര്യം. തൊട്ടടുത്ത് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ, അവിടെ SI ഇല്ലാത്ത സാഹചര്യം. അപ്പോൾ കൃത്യമായി പോലീസിന് അന്വേഷിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇല്ല. അതും പ്രശ്നമാണ്. അവരെ മൊത്തത്തിൽ കുറ്റം പറയാൻ കഴിയില്ല, ശരിയാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ മയക്കുമരുന്ന് അടക്കം വീട്ടിൽ നിന്ന് പിടിച്ച സാധനങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഉപയോഗിക്കാനുള്ള OCB പേപ്പർ കൊണ്ട് തെളിവടക്കം കൊടുത്തിട്ടും കയറി പിടിച്ചെന്ന പരാതി അടക്കം കൊടുത്തിട്ടും ഇവരെ തൂക്കി അകത്തിടുന്നതിന് പകരം കഞ്ചാവ് MDM അടിച്ചു നടക്കുന്നതിന് ഫോണിൽ വിളിച്ച് എവിടാ എന്ന് ചോദിച്ച കാര്യമുണ്ടോ? ഞാൻ തിരികെ എത്താം. ശ്രീമതി വാണിദേവിയിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി വാണിദേവി, ഇവിടെ നേരത്തെ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതുപോലെ ഈ നെടുമ്പാശ്ശേരിയിലെ ക്രൂര കൊലപാതകത്തിൽ ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട്. ഇതിൽ ഉറപ്പായും എന്തെങ്കിലും തരത്തിൽ MDMAയുടെയോ അല്ലെങ്കിൽ മാരകമായ രാസലഹരികളുടെയോ സാന്നിധ്യം ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. പക്ഷേ അതിൻ്റെ രാസപരിശോധനാ ഫലം വരട്ടെ. അവിടെ തഴുത്തലയിൽ, കൊല്ലം തഴുത്തലയിൽ, കുട്ടിയത്തിനടുത്ത് തഴുത്തലയിൽ അമ്മയെ കഴുത്തറുത്ത് കൊന്ന് മകൻ തൂങ്ങി മരിച്ച ആ സംഭവത്തിൽ ഇയാൾ ഒരു അഡിക്റ്റാണ്. MDMAയും കഞ്ചാവും പോലുള്ള മാരക മയക്കുമരുന്ന് അഡിക്റ്റാണ് എന്നാണ് പറയപ്പെടുന്നത്.
ശ്രീമതി വാണിദേവി, നമ്മൾ കുറച്ചു കാലം മുമ്പ് SKN40 എന്ന് പറയുന്ന രീതിയിൽ കേരളം ഒന്നാകെ ഒരു ലഹരി വിരുദ്ധ യാത്ര നടത്തിയതാണ്. ഒരുപാട് ഞെട്ടിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും MDMA അഡിക്റ്റായ കഥ ഒരു പോലീസുകാരൻ പറയുന്നത് അടക്കം ഒരുപാട് ഞെട്ടിക്കുന്ന കഥകൾ നമ്മൾ കേട്ടതാണ്. ഒരുപാട് റെയ്ഡുകൾ നമ്മൾ കണ്ടു, ഒരുപാട് പരിശോധന കണ്ടു. ഏതോ തരത്തിൽ ഒതുങ്ങി എന്ന് കരുതിയതാണ്. ഒന്നും ഒതുങ്ങിയിട്ടില്ല എന്നല്ലേ പിന്നെയും വീണ്ടും ആവർത്തിക്കുന്ന ഈ പറയുന്ന കൊലപാതകങ്ങളും ഈ പറയുന്ന ബ്രൂട്ടാലിറ്റിയും സൂചിപ്പിക്കുന്നത് ശ്രീമതി വാണിദേവി? തീർച്ചയായിട്ടും നമ്മൾ ഈ ഒതുങ്ങി എന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന ഷാന്റെ കേസിൽ തന്നെ പറയുന്നുണ്ട്, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പോലീസിൽ പരാതിപ്പെട്ടു, തെളിവ് സഹിതം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒത്തുതീർപ്പ് പഞ്ചായത്ത് നടത്തുക എന്ന് പറയുന്നതല്ല പോലീസിന്റെ ഉത്തരവാദിത്വം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അനോണിമസ് ആയിട്ട് പോലീസിലേക്ക് അല്ലെങ്കിൽ എക്സൈസിനെ മയക്കുമരുന്നിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാം എന്ന് പറഞ്ഞ് ഒരു സംവിധാനം നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് സാധാരണക്കാര് എന്ന് നമ്മൾ വിചാരിക്കുന്ന തിരിച്ച് പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഇതുപോലെയുള്ള മനുഷ്യരുടെ ഇരയായി തീരുന്ന മനുഷ്യർ എന്താണ് ചെയ്യേണ്ടുന്നത്? എവിടെയാണ് സഹായം ചോദിച്ചു ചെല്ലേണ്ടുന്നത്? തീർച്ചയായിട്ടും ഇതുപോലെ ഒരു കേസ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ ഒരു കേസ് എടുത്തില്ല എങ്കിൽ പോലും അദ്ദേഹത്തിനെ ഒന്നൊരു ട്രീറ്റ്മെന്റിന് വിധേയരാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം എങ്കിലും പോലീസ് ചെയ്തിരുന്നെങ്കിൽ, ഇതൊരു രോഗമാണെന്നും അഡിക്ഷൻ ഒരു രോഗമാണെന്നും അതിന് ചികിത്സയുണ്ടെന്നും ചികിത്സിക്കാൻ വേണ്ടുന്ന ഒരു സഹായം ഫോഴ്സ്ഫുള്ളി എങ്കിലും ഒരു അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പോലീസ് ഇടപെട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഒരു പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത പറയേണ്ടി വരില്ലായിരുന്നു. അപ്പൊ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാവുന്നില്ല. ഈ പറയുന്ന ഫോഴ്സിന്റെ എണ്ണം കുറവാണ്, SHO ഇല്ല, SI ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും ഒരു ന്യായീകരണമല്ല. SHO ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചാർജ് ഉള്ള ഒരു വ്യക്തി ഉണ്ടാവും, SHOയെ പോലെ ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരാൾ അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ചാർജ് ഉള്ള മറ്റൊരു സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്ക് ഓൾട്ടർനേറ്റ് സംവിധാനങ്ങൾ ഇല്ല. SHO ഇല്ലെങ്കിൽ അവിടെയുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പോലീസ് സംവിധാനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് മനസമാധാനം കിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. വാണിദേവി, ഈ കഴുത്തറത്ത് കൊല്ലുക എന്ന് പറയുന്നതിന് എന്തൊരു ബ്രൂട്ടലാണ്. ഈ സ്വന്തം അമ്മയുടെ കഴുത്തറക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭീകരമാണ്. നോക്കൂ, ഇവിടെ താമരശ്ശേരിയിൽ നമ്മളൊന്ന് കണ്ടു, അതും സ്വന്തം അമ്മയുടെ കഴുത്തറത്ത് കൊന്നതാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ട്യൂമറിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിൽ കിടന്ന അമ്മയാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുവാൾ എടുത്തുകൊണ്ട് കഴുത്തറത്ത് കൊന്നു. എന്താണ്, വീട്ടിൽ ചിക്കൻ കറി ഇല്ല എന്ന് പറഞ്ഞ അമ്മയെ കൊന്ന മറ്റൊരു മകനെ കണ്ടു, അതും കഴുത്തറത്ത് കൊന്നതാണ്. ഇവിടെ അത് രണ്ടും എന്താണ്, മക്കൾ ആത്മഹത്യ ചെയ്തില്ല, ഒട്ടും കുറ്റബോധമില്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട്. അതിൽ ഒരാൾ പറഞ്ഞ കാരണം എനിക്ക് ജന്മം തന്നതിന് ശിക്ഷ കൊടുത്തു എന്നാണ്. അതിലൊരു പയ്യൻ പറഞ്ഞ കാരണം, കൊല്ലാൻ പറഞ്ഞ കാരണം. ഇതിപ്പോൾ ഇവൻ ആത്മഹത്യ ചെയ്തു, അത്രയും നല്ല കാര്യം എന്ന് ഞാൻ പറയൂ. ശ്രീമതി വാണിദേവി, ഈ എന്താണ് സ്വന്തം അമ്മയെ കഴുത്തറത്ത് കൊല്ലുക എന്ന് പറയുന്ന ഈ പറയുന്ന വല്ലാത്ത വൈൽഡ് മാനസികാവസ്ഥയിലോട്ട് എങ്ങനെയാണ് ഏത് ലഹരിയാണെങ്കിലും ചെന്നെത്തിപ്പെടുന്നത്? ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കേസ് അല്ലല്ലോ. വെഞ്ഞാറമ്മൂട് അഫ്വാന്റെ കേസിലും നമ്മൾ ഇതേപോലെ തന്നെ കണ്ടത് എന്തൊരു ബ്രൂട്ടൽ ആയിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു. അതിനു മുൻപും ഒരുപാട് കേസുകൾ നമ്മൾ ആ രീതിയിൽ ഇതുപോലെ തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ബ്രൂട്ടലായിട്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരവസ്ഥ, ആരോടും അനുകമ്പയില്ലാത്ത ഒരവസ്ഥ, ഉത്തരവാദിത്വം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, എല്ലാം എന്റെ റൈറ്റ്സ് മാത്രമാണ്, എന്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം അവരെടുത്തോണം എന്നുള്ള നിലയിൽ പെരുമാറുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ ഇന്ന് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നും ഒക്കെ പറഞ്ഞതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം ഗ്രാറ്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്ന് വരുന്ന ഒരു സ്ഥലത്ത് അതിനെ ആരാണോ ഈ ആഗ്രഹം സാധിക്കാനായിട്ട് തടസ്സം നിൽക്കുന്നത് അവരെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക എന്നുള്ളൊരു ചിന്തയിലേക്കാണ് മനുഷ്യർ പോകുന്നത്. അവിടെ പലപ്പോഴും നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്ന മയക്കുമരുന്നുകളും അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളെ കുറിച്ചാണ്. ഇപ്പൊ പറഞ്ഞ പല കേസുകളിലും ഈ പറയുന്ന ക്രിമിനാലിറ്റി സ്വഭാവം കാണിച്ചവർ ഇതിന് വിധേയരാണ് എന്ന് തെളിവ് സഹിതം ഈ ക്രിയ നടക്കുന്നതിന് മുമ്പ് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് പോലും നമ്മുടെ സംവിധാനം എന്ത് മെഷറാണ് എടുത്തത്? ഒരു കൊലപാതകം നടന്നതിന് ശേഷം ഒരു ചർച്ചയും ശിക്ഷയും ഒന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുന്നതിന് ശേഷം ഒരു ശിക്ഷ എന്ന് പറയുന്നതിലുപരി ആ ക്രൈം നടക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ ആരും, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ പല കേസുകളിലും ഇത് ആവാം കാരണം എന്ന് മാത്രം നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. ഇവിടെ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിനെ കുറിച്ച് തന്നെ കംപ്ലൈന്റ് പോയിട്ടുണ്ടല്ലോ.
തെളിവ് സഹിതമാണല്ലോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഹാജരാക്കിയത്. എന്നിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അപ്പൊ ഈ പോലീസ് ഓഫീസേഴ്സിന്റെ മാനസികാവസ്ഥ എന്താണ്? അവരുടെ ഡ്യൂട്ടിയോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇപ്പൊ നമ്മൾ ക്രൈം ചെയ്യുന്നവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ കുറിച്ചോ അല്ല. ഇതൊരു കൂട്ടായ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന ക്രൈംസ് എല്ലാം. ഏത് ക്രൈം എടുത്താൽ അത് ആ ഒരു വ്യക്തിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഇതിന് സമൂഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും അതിനകത്ത് ആക്ഷൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സുഭാഷ് ബാബു, സ്മൃതി വാണിദേവി, എന്നുള്ള ധാരണയാണ്. ശരിയാണ്. സുഭാഷ് ബാബു, ഇന്ന് തന്നെ വന്ന മറ്റൊരു വാർത്തയാണ് പെരുമ്പാവൂരിൽ കഞ്ചാവ് കേസിൽ പിടിച്ചതാണ്. കഞ്ചാവ് കേസ് പറഞ്ഞാൽ ജാമ്യം കിട്ടാവുന്നത്ര രീതിയിലുള്ള ചെറിയ അളവിൽ കഞ്ചാവ് പിടിച്ച കേസാണ്. അയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിലൊരു വീഡിയോ എന്താണ്? സ്വന്തം ചേട്ടൻ്റെ മകളെ, 4 വയസ്സുള്ള കുഞ്ഞാണ് കേട്ടോ, 4 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവൻ ഈ ഫോണിൽ. എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ചുറ്റും കാണുന്ന എല്ലാ അപരിചിതരോടും ചിരിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ? ചുറ്റും കാണുന്ന മനുഷ്യരൊക്കെ എൻ്റെ സംരക്ഷകരാണ് എന്ന് വിചാരിക്കുന്ന ഒരു പ്രായമല്ലേ? വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട ഒരുത്തൻ കാണിച്ച വൃത്തികേടാ, അവന് ലഹരിക്കടിമയാണ്. സുഭാഷ് ബാബു, നമ്മുടെ നാട് പോകുന്ന പോക്ക് എങ്ങോട്ടാണ് നമ്മൾ ചോദിക്കാത്തതിനോട് കുറേ നാളായെങ്കിലും ഏതെങ്കിലും തരത്തിൽ മാറ്റത്തിൻ്റെ ഒരു സൂചന ദൗർഭാഗ്യവശാൽ കാണുന്നില്ല സുഭാഷ് ബാബു. കാണാനുള്ള സാഹചര്യം നമുക്ക് കൈവിട്ടു പോയി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആകൃഷ്ടരായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ വ്യക്തിയെ പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞത് അസാധ്യമാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ ഡോക്ടർ വാണിദേവി മറ്റ് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ പ്രകാരം ഈ പോലീസിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പരാതി കിട്ടി, അയാൾ മയക്കുമരുന്നിൻ്റെ അടിമയാണ്, അദ്ദേഹത്തിനെ കൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളും വീട്ടിലും അക്രമ സ്വഭാവമൊക്കെ ഉണ്ട്, ഒരു അക്രമിയാണ് അയാളെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഫോഴ്സ്ഫുള്ളായിട്ട് അഡ്മിറ്റ് ചെയ്യാനൊരു സംവിധാനം നമുക്കില്ല. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം വില്ലിങ് വോളണ്ടറി ആണെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ മാത്രമേ റിഫോർമേറ്ററി പ്രോസസ്സിന് വിധേയനാക്കാൻ പറ്റുള്ളൂ, അവരെ കൊണ്ട് ഗുണം കിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളെ കൊണ്ട് ഗുണം കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം, ഈ പോലീസ് പൊതുവെ ഇവരെല്ലാം വീണ്ടും താക്കീത് ചെയ്തു, അല്ലെങ്കിൽ കേസെടുത്തു, ജാമ്യം കൊടുത്തു, അല്ലെങ്കിൽ കോടതിയിൽ അയച്ചു, അവിടെ നിന്ന് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് പോകുന്നു. ഇവരെ നിരന്തരമായിട്ട് ഏതെങ്കിലും സമൂഹത്തിൻ്റെ സമൂഹദ്രോഹിയായുള്ള ആളുകളെ ഇനിയും സ്ഥിരമായിട്ടൊരു സ്ഥിര സ്വഭാവത്തോടുകൂടി സമൂഹദ്രോഹിമാരായി മാറാനുള്ള വ്യക്തികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു സംവിധാനമാണ് നമുക്കിപ്പോൾ അനിവാര്യമായിട്ടുള്ളത്. ഇപ്പം ആഷ്മി ഉൾപ്പെടെ SK നടത്തിയ പ്രചാരണമൊക്കെ വളരെ ശ്ലാഘനീയമാണ്, അത് പറയാതിരിക്കാൻ തരില്ല. പക്ഷേ അക്കൂട്ടത്തിൽ ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ എന്ന് കൂടെ നിങ്ങളൊരു ക്യാമ്പയിൻ അതിൻ്റെ കൂടെ അതിൻ്റെ റിസൾട്ടായിട്ടെങ്കിലും നിങ്ങളൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാം. കാരണം ഇതെന്താ, ഇങ്ങനെയുള്ള ആളുകളെ നിർബന്ധമായിട്ടും ഈ ഒരു ഫോഴ്സ്ഫുള്ളായിട്ടൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി ഇവൻ അവിടെ നിന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവൻ മാറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് ഉറപ്പ് കിട്ടുന്നവരെ അവിടെ കിടക്കട്ടെ, അതിനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ നാട്ടിലുള്ള ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യദ്രോഹ പ്രവർത്തികളെ നമുക്കൊരു പരിധി വരെ എന്നാലല്ലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഇവർ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് ചെയ്യും? ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് നേരത്തെ ഡോക്ടർ വാണി പറഞ്ഞ പ്രകാരം ഇതിനകത്ത് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ വിഘാതമായി നിൽക്കുന്ന ആളുകളോട് സ്വാഭാവികമായിട്ട് ദേഷ്യമുണ്ടാകുകയും ആ ദേഷ്യമുണ്ടാകുന്ന വ്യക്തികളെ ഉന്മൂലനം ചെയ്തതിന് ശേഷം തൻ്റെ ഈ ദുസ്വഭാവങ്ങൾക്ക് അനുസ്യൂതമായ പ്രയാണം വേണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് കഴിക്കുന്ന ആളുകൾ അവരെ വകവരുത്തിയിരിക്കും. അതാണ് ഇതിൻ്റെ മനഃശാസ്ത്രം, ഈ മയക്കുമരുന്നിന് അടിമത്തത്തിൻ്റെ മനഃശാസ്ത്രം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് വീട്ടിലേക്ക് അയക്കാമെന്ന്, ഇപ്പോൾ നാരായാലും ശരി, ഇപ്പോൾ ചെന്താമരയായാലും ശരി, അതിനുശേഷം അഫാനായാലും ആരും നിങ്ങളെടുത്ത് നോക്കൂ, ഇതിൻ്റെയൊക്കെ ചരിത്രം നോക്കുന്ന അവസരത്തിൽ ഇവരെ സമൂഹത്തിലേക്ക് തിരിച്ചയക്കും. ഉറപ്പായും അവൻ ആ ലഹരിയുടെ മൂർധന്യം നിൽക്കുമ്പോൾ അവൻ അച്ഛനില്ല, അവൻ അമ്മയില്ല, അവന് സഹോദരിയില്ല, അവൻ്റെ മുന്നിലുള്ളത് ഈ പറയുന്ന ശത്രുക്കൾ മാത്രമാണ്. അത് ഈ പറയുന്ന കൊല്ലം തഴുത്തലയിലെ ക്ലാസിക് എക്സാമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ദീർഘനാള ലഹരി ഉപയോഗിക്കുന്നു, ആ ലഹരി ഉപയോഗത്തെ വീട്ടുകാർ പല അർത്ഥത്തിൽ എതിർക്കുന്നു. കല്യാണം കഴിപ്പിച്ച് വെച്ച ആ വീട്ടുകാർ ഇവരെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ 35 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുക്കുന്നു, കട വെച്ച് കൊടുക്കുന്നു, എങ്ങനെയെങ്കിലും അവരുടെ മകളുടെ ജീവിതം പരവാൻ നോക്കുന്നു, ഒക്കെ കൊണ്ട് മുടിപ്പിച്ച് കളയുന്നു. ഒരു നിവൃത്തിയില്ലാതെ ആ ഭാര്യ വീട്ടിലേക്ക് പോകുന്നു. അതിൻ്റെ പേരിൽ ഈ അമ്മ ഈ ഷാൻ്റെ അമ്മയുമായി തർക്കം ഉണ്ടാകുമ്പോഴേക്കും അത് തൻ്റെ നല്ലതിനു വേണ്ടി പറയുന്നതാണെന്ന് ഈ തലയിൽ കയറുന്ന ലഹരിയല്ല തോന്നിപ്പിക്കുന്ന, അങ്ങനെ അല്ലല്ലോ. ശത്രുവാണ്, കൊന്നുകളയുന്നുള്ളതാണ്, കഴുത്തറുത്ത് കൊല്ലാൻ തോന്നി കൊന്നു.
ഇത്രയേ ഉള്ളൂ. ഞാൻ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. പക്ഷേ ഫൈസൽ കുളപ്പാടം സമാനമായ രീതിയിലുള്ള ഇപ്പോൾ താമരശ്ശേരിയിലെ ആ യുവാക്കളാണെങ്കിലും ഇപ്പോൾ വെഞ്ഞാറമൂട് അഫാനാണെങ്കിലും ഇവരൊക്കെ ഒരു പ്രത്യേകമായ ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്ന മകനാണെങ്കിലും ഇവർക്കൊരു പ്രത്യേകമായ രീതിയിൽ ഒതുങ്ങിക്കൂടി നാട്ടുകാരുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാതെ വീടിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയും ദുരൂഹമായ രീതിയിലുള്ള ജീവിതശൈലികൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അവരെ കുറ്റം പറയേണ്ട. ഈ പറയുന്ന അകത്ത് കിടക്കുന്ന മാരക രാസലഹരി അവരെ അങ്ങനെ ആക്കുന്നതാണ്. ഈ ഷാനും സമാന സ്വഭാവക്കാരനായിരുന്നു. നാട്ടുകാരുമായി കാര്യമായി ബന്ധമുള്ള ആളാണോ ഷാൻ ഫൈസൽ? ഷാൻ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലഹരി ഉപയോഗിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അപ്പോൾ മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, മദ്യം ഒരു പരിധി കഴിഞ്ഞ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞ് വീണ് ഛർദ്ദിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. നമുക്ക് അത് കണ്ടുപിടിക്കുവാൻ കഴിയും. അപ്പോൾ ഈ രാസലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, ഈ രാത്രി ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് ഉറങ്ങില്ല, ഓണായിരിക്കുകയാണ്. മറ്റേത് ഓഫായി പോവുകയാണെങ്കിൽ ഇതിപ്പോൾ ഓണായിരിക്കുകയാണ്. ഓണായി ഇരുന്ന് ലഹരിയുടെ ആ മാസ്മരികമായിട്ടുള്ള ലോകത്ത് കയറിയതിന് ശേഷം പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ ആ ഒരു കൊലപാതകം, ആ കൊലപാതകത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം തെളിവ് സഹിതം ഈ കുട്ടി കൊണ്ടുപോയി പോലീസിൻ്റെ അടുക്കലേക്ക് കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം ഉണ്ടായ സാഹചര്യം ഇവിടെ പറയുകയുണ്ടായി. ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കി അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള എന്ത് നടപടിയാണ് നമ്മൾ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇപ്പോൾ നിയമ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് എവിടെങ്കിലുമുള്ള ചെറിയ രീതിയിലുള്ള കഞ്ചാവ് അല്ലെങ്കിൽ MDMA പിടിച്ചതുകൊണ്ട് ഈ ലഹരി ഉപയോഗം പൂർണ്ണമായിട്ടും ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ലഹരി പല ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ലഹരി പിടിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഈ ലഹരി ഉപയോഗിച്ച് ഇതുപോലെ അക്രമ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ട് കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നതിനെ തടയുവാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് ഒരു തട വേണം, ഉറപ്പായും വേണം. പക്ഷേ നമ്മളിപ്പോൾ സുഭാഷ് ബാബു സാർ പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ നമുക്കും ബോധ്യപ്പെട്ടതുപോലെ കേരളത്തിൽ ശ്രീ ഫൈസൽ കുളപ്പാടം നമ്മൾ കേരളം ഒന്നാകെ നടത്തിയ യാത്രയുടെ അനുഭവത്തിൽ നെഞ്ചിൽ കൈവച്ച് പറയാം, കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, കേരളത്തിലെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറയുന്ന മാരക രാസലഹരി MDMA കിട്ടാത്തൊരു സ്ഥലമില്ല. അതാവശ്യമുള്ള ആൾക്ക് അരമണിക്കൂറിൽ 3/4 മണിക്കൂറിൽ കൃത്യമായി എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നേർക്കുനേർ ബോധ്യപ്പെട്ട കാര്യമാണ്. ഈ യാത്രകളിൽ പല അനുഭവങ്ങൾ, പല പോലീസ് സ്റ്റേഷനിൽ കണ്ട അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ശുഷ്കമായ പോലീസുകാരെ വെച്ചുകൊണ്ട്, SISരെ വെച്ചുകൊണ്ട് മൊത്തത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അറിയില്ല. നാട്ടുകാർ കൂടി കണ്ടുവന്നിരിക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ ഈ പറയുന്ന ഷാൻ വീട്ടിൽ പ്രശ്നമുള്ളതും ഭാര്യയുമായി പ്രശ്നമുള്ളതും ഭാര്യ വീടുമായി പ്രശ്നമുള്ളതും കേസുമൊക്കെ നാട്ടുകാർ കൂടി അറിയാവുന്നതാണല്ലോ. അവിടെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണോ കരുതേണ്ടത് ശ്രീ ഫൈസൽ കുളപ്പാടം? കൃത്യമായിട്ടും ഉള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ അടുക്കലേക്ക് ഇടപെടുവാൻ പോയാൽ ഉണ്ടാകുന്ന സാഹചര്യം പല രീതിയിലും നമുക്ക് അറിയാവുന്നത്. ഒരു കുടുംബമായി കഴിയുമ്പോൾ ഒരു വീടിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ലഹരി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുമ്പോൾ അത് ഗുരുതര സ്വഭാവമുള്ളതായി മാറുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു തലത്തിലല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അക്രമ പ്രവർത്തനങ്ങൾ, ആ വീട്ടിനകത്ത് ഉണ്ടാകുന്ന അക്രമ പ്രവർത്തനങ്ങൾ വെളിയിലേക്ക് വ്യാപിക്കുന്ന ഒരു തലത്തിലേക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉൾവലിഞ്ഞ പ്രകൃതമാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ മിക്ക ആളുകളിലും കാണുവാൻ കഴിയുന്നത്. അവർ വെളിയിൽ പോയി കൂട്ടുകാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവർ ക്രിക്കറ്റ് കളിച്ച്, ഫുട്ബോൾ കളിച്ച്, അങ്ങനെ സ്പോർട്സിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല.
ഉൾവലിഞ്ഞു നിന്നുകൊണ്ട് ആ വീട്ടിനകത്ത് തന്നെ, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാസങ്ങളോളം വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങാതെ ഈ ഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ വീട്ടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിച്ചു കൂട്ടിയ മാസങ്ങൾ പോലും ഉണ്ട് എന്ന് വീട്ടുകാർ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇടപെടുമ്പോൾ അത് വെളിയിൽ വരുമ്പോൾ നമുക്കറിയാൻ കഴിയും, നമ്മുടെ പരിചയക്കാർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ, അവരുമായിട്ടുള്ള സഹവാസം, അതിൽ നിന്നെല്ലാം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ ഈ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്നത് ഏത് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും? ഇത് ഒരു ഗുളിക ഈ ഷാൻ ഉപയോഗിക്കും എന്നുള്ളത് അവരുടെ വീട്ടിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ ഗുളിക എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമ്പോൾ ആ തലവേദനയിൽ നിന്നും മുക്തമാകുന്നതിന് വേണ്ടിയാണ് ഈ ഗുളിക ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഗുളിക ഉപയോഗിക്കുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ വീട്ടിലെ ബന്ധുക്കൾ ആരെങ്കിലും സംശയിക്കുമോ? ഇല്ല. പക്ഷേ ഈ ഗുളിക ഉപയോഗിച്ചതിന് ശേഷം ഷാൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിചലനങ്ങൾ, ആ വ്യതിചലനങ്ങളാണ് ഷാനെ ഈ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് അകപ്പെട്ടു പോയി എന്നുള്ള കാര്യം മനസ്സിലാവുന്നതും അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും ദൗർഭാഗ്യവശാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിൻ്റെ കരുതൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ ഈ വാർത്തയിൽ നിന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ ശ്രീമതി വാണിദേവി, ഇവിടെ നമുക്ക് ആദ്യം മകൻ അമ്മയുടെ കഴുത്തറത്ത് വന്നു എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നൊരു ഞെട്ടൽ യഥാർത്ഥത്തിൽ ഇപ്പോഴില്ല. നമുക്കിതൊരു കേരളത്തിൽ ഇതൊരു സ്വാഭാവിക വാർത്ത ആണ് എന്ന മട്ടിൽ നിൽക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊടിക്കുഞ്ഞിനെ അച്ഛൻ്റെ അനിയൻ പീഡിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഫോണിൽ വെച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ഞെട്ടലില്ല. ഇതൊരു നെടുമ്പാശ്ശേരിയിൽ ഇത്തരത്തിൽ റോഡിലുണ്ടായ ചെറിയ തർക്കത്തിൻ്റെ പേരിൽ ഒരു പാവം പയ്യനെ, വീട്ടുകാരുടെ അത്താണിയെ, ഏക ഒരു 24, 21, 24 ചെറുപ്പക്കാരൻ്റെ ആ പയ്യൻ്റെ ജനനേന്ദ്രിയത്തിലൊക്കെ ഗുരുതരമായ പരിക്കാണ്. അത്തരത്തിൽ ക്രൂരമായി ഇടിച്ചു കൊന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇത് ഉണ്ടായി എന്ന ഒരു ന്യൂ നോർമൽ ആവുന്നുണ്ടോ കേരളത്തിൽ? അതെന്ത് ഭീകരമാണ് ശ്രീമതി വാണിദേവി? അല്ല, ഇതെല്ലാം ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ഞെട്ടലൊന്നും ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ്. ആദ്യമായി ഇതുപോലെ ഒരു മനഃപൂർവ്വമായി വണ്ടി കൊണ്ട് ഇടിച്ചു കൊന്നു എന്ന് നമ്മൾ കേട്ടത് ശോഭ സിറ്റിയിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അവിടം തുടങ്ങി ഇങ്ങോട്ടാണ് എന്റെ ഓർമ്മയിൽ ഇതുപോലെ മനഃപൂർവ്വം വണ്ടി കൊണ്ട് ഇടിച്ച് ഒരു വഴി കൊടുത്തില്ല, അല്ലെങ്കിൽ ഗേറ്റ് തുറന്നു കൊടുക്കാൻ സമയം കുറച്ച് വൈകിപ്പോയി, ആ ഒരു ക്ഷമ എന്ന് പറയുന്ന സാധനമില്ലാതെ ഒരു റോഡ് റേജ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറി നമ്മൾ കണ്ടത്. അതിനുശേഷം ഇങ്ങോട്ട് എത്രയോ കേസുകൾ എല്ലാ ദിവസവും. എന്നാണ് നമുക്ക് ഇതുപോലെ ഒരു ക്രൂരമായ ഒരു കൊലപാതകമോ പീഡനത്തിന്റെയോ കേസ് ഇല്ലാത്ത ഒരു ദിവസം എന്നാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? ചില ദിവസങ്ങളിൽ മൾട്ടിപ്പിൾ കേസസ് ചർച്ചയാവുന്നു, ചില ദിവസങ്ങളിൽ ഒരു കേസ് മാത്രം ചർച്ചയാവുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കേസ് ഇല്ലായ്കയൊന്നുമില്ല. നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ സമൂഹം ഇടപെട്ടില്ലേ എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് സമൂഹം എങ്ങനെയാണ് ഇടപെടുന്നത്? എന്റെ അയൽവാസി ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ്. അധികാരികളെ അറിയിച്ചു കഴിയുമ്പോൾ അവര് ഒരു വിളിച്ച് നീ എവിടെയാണ് എന്ന് മാത്രം ചോദിക്കുന്ന തരത്തിൽ ഒരു പഞ്ചായത്ത് കൂടുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വാണിദേവി, ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, സ്കൂളിലും കോളേജിലും നാട്ടിലും കോളേജിലും ഒക്കെ. അത് കുറേ വർഷം മുന്നാണ്. ആ കുറേ വർഷം മുന്നേ നാട്ടിൽ അത്തരം കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു മാഡം. അത്തരം കൂട്ടായ്മകൾ, ഇത്തരം വീടുകളിലേക്ക് ഒരു കണ്ണുണ്ടായിരുന്നു മാഡം. ഇത്തരം ചെറുപ്പക്കാരെ പറ്റി അറിവുണ്ടായിരുന്നു. ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകരുടെ കാതിലേക്ക് എത്തുകയും അവർ ഇടപെടുകയും വേണ്ട കാര്യങ്ങൾ ഏതർത്ഥത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു കാലമാണ് ആ കാലം മാറി. കുടുംബത്തിലുള്ളവർ തന്നെ ഇടപെട്ടിട്ട് എന്ത് സപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത്? ആക്ഷൻ എടുക്കാൻ കഴിവുള്ള, അധികാരമുള്ള പോലീസ് സ്റ്റേഷനിൽ വിത്ത് എവിഡൻസ് കൊടുത്തിട്ട് എന്ത് സപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത്? ആരാണ് എന്നെ ഒറ്റുകൊടുത്തത് എന്നും കൂടി ഈ പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അവരുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. ശരിയാണ്. അപ്പൊ ഈ പറയുന്ന സംഘടനകൾക്ക് ഇടപെടാം എന്ന് പറയുമ്പോ ആ മനുഷ്യനെ വിളിച്ച് ഉപദേശിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറ്റുന്നത്. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് പറ്റുന്നത്. ഓൾറെഡി അഡിക്റ്റഡ് ആയി ഇത്രയധികം വൈകല്യങ്ങൾ നിറഞ്ഞ ഒരു സ്വഭാവ വൈകൃതത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഈ പറയുന്ന നിലയിൽ നമുക്ക് സംസാരിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ അതല്ല മാഡം, ഇപ്പം ഈ പറയുന്ന അല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകളും സാമം, ദാനം, ഭേദം എന്നൊക്കെ പറയുന്ന പല ഇടപെടലുകൾ സാധ്യമായിരുന്നു നേരത്തെ ഒരു കാലത്ത്. ഇപ്പോൾ
അത് നടക്കുന്നില്ല. ഈ പറഞ്ഞ സംഘടനകളുടെ കുറ്റമാണോ കാലത്തിൻ്റെ കുറ്റമാണോ എന്നും നമുക്കറിയില്ല. ഞാൻ സുഭാഷ് ബാബുവിലെ കുറിൽ കൂടി എത്തും ഇടവേളയ്ക്ക് ശേഷം. ഐവിൻ ജിജോയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിൽ പ്രതികളെ എത്തിച്ചിട്ടുണ്ട്. അങ്കമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അതൊരു വാഹനാപകടമോ റോഡ് ആക്സിഡൻറ്റോ അല്ല. അത് ഈ പറയുന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ല, 1ാം തരം കൊലപാതകമാണ്, ഇടിച്ചു കൊന്നതാണ്. അത്തരത്തിലുള്ള വകുപ്പുകളും അത്തരത്തിലുള്ള ശിക്ഷയും ആ പ്രതികൾക്ക് ഏത് തരത്തിലുള്ള സ്വാധീനമുണ്ടായാലും ആ പ്രതികൾ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഈവനിംഗ് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി ഹോട്ട് ന്യൂസ് കാണാം. അനുജ രാജേഷ് ചേരും, കൂടെ സോന ജെറി. ബൈ.